ആരോഗ്യ വിചാരം. ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ്. നിലനിൽപ്പിനായി മാത്രമുള്ളതല്ല. ആരോഗ്യം എന്നത് ശാരീരിക ശേഷിയിലും സാമൂഹിക വ്യക്തിപരമായ ഉപാധികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാക്ഷാത്തായ ഒരു സംഗതിയുമാണ്. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ അനസ്തേഷ്യോളജിസ്റ്റായ കടമത്ത് ദ്വീപ് സ്വദേശി ഡോക്ടർ സെലീന. അനസ്തേഷ്യ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച പ്രക്ഷേപണം ചെയ്തതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം. നമ്മളിപ്പോൾ അനസ്തേഷ്യക്ക് മുമ്പ് രോഗി എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഈ പ്രമേഹം, ഹൃദ്രോഗം പോലുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടോ? പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ ഒന്ന് ഷുഗറുള്ള ആൾക്കാർ, പ്രമേഹം, രണ്ട് പ്രഷർ ഉള്ളത്, ഈ ഹൈപ്പർ ടെൻഷൻ അഥവാ ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാർ, പിന്നെ ഹാർട്ടിൻ്റെ അസുഖം ഉള്ള ആൾക്കാർ. ഹാർട്ടിൻ്റെ പല അസുഖങ്ങളുണ്ടാകും. പക്ഷേ എന്ത് അസുഖങ്ങളാണെങ്കിലും പ്രത്യേകം ശ്രദ്ധയുണ്ട്. ഷുഗറിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ പ്രീ അനസ്തീഷ്യ ചെക്കപ്പിൻ്റെ സമയത്ത് ഷുഗർ ടെസ്റ്റ് ചെയ്യും. അത് നോർമൽ ലിമിറ്റിലല്ലെങ്കിൽ നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറയും. കൺട്രോൾ ചെയ്ത ശേഷം മാത്രമേ അനസ്തീഷ്യക്ക് എടുക്കുള്ളൂ. പ്രത്യേകിച്ച് വലിയ സർജറികളൊക്കെ ആണെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓപ്പറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ബോഡിക്ക് ഒരു സ്ട്രെസ് തരുന്ന സാധനമാണ്. അപ്പം ആ സമയത്ത് ഷുഗർ പെട്ടെന്ന് കൂടി വരാം. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും എലക്റ്റീവ്, അതായത് എമർജൻസി അല്ലാത്ത സർജറി ആണെങ്കിൽ എലക്റ്റീവ് സർജറി എന്ന് പറയും. എമർജൻസി അല്ലാത്ത നോർമൽ ആയിട്ടുള്ള ഇപ്പം ഹെർണിയ, അതൊക്കെ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയുള്ള പൈൽസിൻ്റെ അങ്ങനത്തെ ഉള്ള അസുഖങ്ങൾ, അതേപോലെ ഇഷ്ടംപോലെ അസുഖങ്ങളുണ്ട് എലക്റ്റീവായിട്ടുള്ള സർജറി. അതിനൊക്കെ നമ്മളെപ്പോഴും ഈ ഷുഗറിൻ്റെ കൺട്രോൾ ചെയ്ത്, അതേപോലെ തന്നെ ബി പി 140/90 എന്നുള്ളൊരു ടാർഗറ്റ് നമ്മൾ പറയും. അതിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ മരുന്നുകൾ ആഡ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്തിട്ട് വരാൻ പറയും. ചില പേഷ്യൻസിന് ഫസ്റ്റ് ടൈം ബി പി കാണുന്നത് നമ്മൾ അനസ്തീഷ്യ ചെക്കപ്പിന് വരുമ്പോഴാണ്. അവരതിന് മുന്നേ കാണിച്ചിട്ടുണ്ടാവില്ല. ഈ ഒരു സർജറിക്ക് വേണ്ടി വരുമ്പോൾ അനസ്തീഷ്യ ചെക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ബി പിയും പൾസ് റേറ്റും നോക്കും. അപ്പോഴാണ് കാണുന്നത്. ആ സമയത്തുള്ള ടെൻഷൻ ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മളൊരു റിപ്പീറ്റ് ചെയ്തൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ 2 days കഴിഞ്ഞിട്ട് ഒന്നുകൂടി വരാൻ പറയും. അങ്ങനെയും കൂടുതലാണെങ്കിൽ അവർക്ക് സ്റ്റാർട്ട് ചെയ്യും പുതിയ മരുന്ന്. ഷുഗറും അതേപോലെ, ചിലർക്ക് ഷുഗർ കണ്ടുപിടിക്കുന്നത് അനസ്തീഷ്യ ചെക്കപ്പിന് വരുമ്പോഴാണ്. അതുവരെ അറിയില്ലായിരിക്കും. പക്ഷേ ഹാർട്ട് ഡിസീസിൻ്റെ കാര്യങ്ങളാണെങ്കിൽ ഈ ഹൃദയരോഗമുള്ള ആൾക്കാർ നേരത്തെ എന്തായാലും കണ്ടുപിടിച്ചവരെ മരുന്ന് കഴിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് എത്ര നാൾ മുന്നേ ആണ് ഈ ഹൃദയത്തിൻ്റെ അസുഖം വന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അനസ്തീഷ്യ തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റുക. കാരണം ചിലർക്ക് സ്റ്റെൻറ്റ് ഇടും. അതായത് ഈ ഹൃദയത്തിൻ്റെ വാൽവിലെ അസുഖമാണെങ്കിലും രക്തയോട്ടത്തിൻ്റെ പ്രശ്നത്തിനാണ് സ്റ്റെൻറ്റ് ഇടുന്നത്. ഈ സ്റ്റെൻറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും സമയം കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾക്ക് അനസ്തീഷ്യയിലെ ചില മരുന്നുകൾ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഡ്യൂറേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ അവരെ ചെക്കപ്പിൽ നമ്മൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നോക്കും. എക്കോ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവില്ലേ? അത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം, എത്ര കൺട്രാക്ടിലിറ്റി എന്ന് പറയും, ഹൃദയം എത്രത്തോളം മിടിപ്പ് കറക്റ്റാണ്, അതിൻ്റെ ശക്തി എത്രത്തോളമാണെന്നുള്ളതൊക്കെ കാണിക്കുന്ന ഒരു ടെസ്റ്റാണ് എക്കോ ടെസ്റ്റ്. ആ എക്കോ ടെസ്റ്റിലൂടെ നമ്മൾ നോക്കും ഹൃദയത്തിൻ്റെ പ്രവർത്തനം എത്രത്തോളമാണ്, അത് നോർമലാണോ കുറവാണോ എന്നുള്ളത്. കുറവാണെങ്കിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. നോർമലാണെങ്കിൽ നമ്മൾ കുഴപ്പമില്ലാതെ നമുക്ക് ബാക്കി നോർമൽ ആൾക്കാർക്ക് കൊടുക്കുന്ന പോലെ അനസ്തീഷ്യ കൊടുക്കാൻ പറ്റും. പക്ഷേ കുറവുള്ള ആൾക്കാർക്ക് അങ്ങനെയല്ല, പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. മോണിറ്ററിങ് ശ്രദ്ധ കൊടുക്കും. നമ്മൾ ആർട്ടീരിയൽ മോണിറ്ററിങ് എന്ന് പറയും. അതായത് ബി പി ഡയറക്റ്റ് മോണിറ്റർ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. നമ്മളിവിടെ കഫ് കെട്ടി പുറമേ ഉള്ളൊരു ബി പി പോലെ ആർട്ടറി ഉണ്ടാവും നമ്മളിവിടെയുള്ള. ആ ആർട്ടറിൻ്റെ ഉള്ളിലോട്ടൊരു നീഡിലിട്ടിട്ട് അതിൽ കൂടി നമുക്ക് ഡയറക്റ്റ് ബി പി മെഷർ ചെയ്യും. അത് എക്സാക്റ്റ് ബി പി ആണ്. നമ്മൾ ഹാർട്ട് ഡിസീസുള്ള ആൾക്കാർക്ക് നമ്മൾ ആ ബി പി വരെ മോണിറ്റർ ചെയ്യും. അത്രയും സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ അവരെ മരുന്നുകൾ ക്രമീകരിക്കണം. ഈ പറഞ്ഞ പോലെ ഗുളിക നിർത്തണം. ആൻറ്റിപ്ലേറ്റ്ലെറ്റ്, ക്ലോട്ടിങ്ങിൻ്റെ ഗുളികൾ. അല്ലാത്ത ബി പിക്ക് മരുന്ന് കഴിക്കുന്നവരുണ്ടാകും. ബി പിക്ക് ഇതിൻ്റെ കൂടെ തന്നെ പ്രഷറും ഉണ്ടെങ്കിലും ചില ബി പിൻ്റെ ഗുളികകൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം തലേന്ന് തന്നെ. ആ ഗുളികകൾ കഴിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്കാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെ മോണിറ്ററിങ്ങിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും ഈ സാധനങ്ങളൊക്കെ. അതേപോലെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള സമയവും സാധാരണ ആൾക്കാരെ കാണും അവരെ കുറച്ചും കൂടി ക്ലോസ് മോണിറ്ററിങ്, അതായത് എല്ലാ സമയത്തും ഒരാൾ നോക്കിയിട്ടൊരു പോസ്റ്റ് ഓപ്പ് ഒരു 6 hours അവരെ ക്ലോസ്. ആ സമയത്തും കോംപ്ലിക്കേഷൻസ് വരാം. നമ്മൾക്ക് ഈ സ്ട്രെസ്സ് വരുമെന്ന് പറഞ്ഞില്ല സർജറീൻ്റെ സമയത്ത്. അതായത് സർജറി നമ്മളെ ബോഡിക്കൊരു ഇഞ്ചുറി ഉണ്ടാക്കുകയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെ എല്ലാ ഓർഗൻസിനും
ഒരു സ്ട്രെസ് വരും. അപ്പൊ ആ സമയത്ത് ഈ ഹാർട്ടിന്റെ സ്ട്രെസ് കൂടുമ്പോൾ ഹാർട്ടിന്റെ പ്രവർത്തനത്തിൽ വ്യതിയാനം വരാൻ ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് പറയുന്നത്. ഈ അനസ്തേഷ്യ നൽകിയ ശേഷം രോഗി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? രോഗി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അനസ്തീഷ്യ കഴിഞ്ഞിട്ടുള്ള രോഗികൾ, ഏത് അനസ്തീഷ്യയാണ്, പൂർണ്ണമായിട്ടുള്ള മയക്കിയിട്ടുള്ള സർജറി ആണെങ്കിലും മറ്റേതാണെങ്കിലും രോഗി ശ്രദ്ധിക്കണം. അതായത് ചിലർക്ക് നമ്മുടെ മയക്കം നൽകിയതിന്റെ ഒരു ക്ഷീണം ഉണ്ടാവും. അപ്പോൾ പൂർണ്ണ ബോധം വന്ന ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ അത് ഡോക്ടറിന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ നിർദ്ദേശപ്രകാരമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം അവർക്ക് ചില അബ്ഡോമിനൽ സർജറി, അതായത് വയറിന്റെ തുറന്നിട്ടുള്ള ഓപ്പറേഷനുകൾ, അതിലിപ്പം കുടലിന്റെ എന്തെങ്കിലും ഓപ്പറേഷൻ ആണെന്ന് വെച്ചോ, അത് മുറിച്ച് മാറ്റപ്പെടുകയോ അങ്ങനെ ചെയ്യുന്ന ഓപ്പറേഷനുകൾ സർജൻ പറയുന്നത് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. നമ്മൾ അനസ്തീഷ്യന്റെ എഫക്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് ഈ കുടലിന്റെ ഓപ്പറേഷൻ ചെയ്തത് കൊണ്ട് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ സർജറിക്കും സാധാരണ പോലെ ഇപ്പോൾ 4 hours കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്പൈനൽ അനസ്തീഷ്യ, അതായത് നട്ടെല്ല് ധരിപ്പിച്ചുള്ള അനസ്തീഷ്യ കഴിയുമ്പോൾ 4 hours കഴിയുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പറയും. അത് പക്ഷേ ഈ സർജറി ചെയ്തത് വലിയ സർജറി ആണ് എങ്കിൽ, അബ്ഡോമിനൽ സർജറി ആണെങ്കിൽ അങ്ങനെ കഴിക്കാൻ പാടില്ല. അപ്പോൾ എപ്പോഴും ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഭക്ഷണം കഴിക്കുന്നതും ബാക്കി വെള്ളം കുടിക്കുന്നതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ പിന്നെ ഉള്ളത്, ഡോക്ടർ പറഞ്ഞ ശേഷം മാത്രമേ സ്പൈനൽ കൊടുത്ത ഈ റീജിയണൽ അനസ്തീഷ്യ, അതായത് നമ്മൾ നട്ടിൽ ധരിപ്പിക്കും, അതിനൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ എണീറ്റ് നടക്കുകയോ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാലിലെ തരിപ്പൊക്കെ മാറിയ ചില പേഷ്യന്റ് കഴുത്ത് പൊക്കും. അപ്പോൾ ഈ സ്ട്രെച്ചിങ് ഒക്കെ വരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ സ്പൈനൽ കോഡിന് സ്ട്രെച്ചിങ് വന്നിട്ട് ഹെഡ് ഏക്ക് കംപ്ലൈൻറ്റ് ചില പേഷ്യൻസിന് കേട്ടിട്ടുണ്ടാവും. തലവേദന, ഈ നട്ടെല്ല് കുത്തിയ ശേഷം ഭയങ്കര തലവേദന വന്നു. അതൊരു കോംപ്ലിക്കേഷൻ ആണ്, പക്ഷെ അത് നമ്മൾ വരാതെ ശ്രദ്ധിക്കാൻ പറ്റും. അതായത് റെസ്റ്റ് എടുക്കണം. ഒരു ദിവസത്തേക്ക് ഫുള്ളായിട്ടാണെങ്കിലും കൂടുതൽ സ്ട്രെയിനിങ് ഉള്ള ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പാടില്ല, അത് ചെയ്യണം. പിന്നെ അതേപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഇൻഫോം ചെയ്യണം. അതായത് ഛർദ്ദിക്കാൻ വരാം, ശ്വാസം, ഈ മയക്കം നൽകിയ പേഷ്യൻസിന് ശ്വാസം മുട്ട് വരാം. അതുവരെയും അവരെ കൃത്രിമ ശ്വാസം കൊടുത്തിട്ടാണ് നമ്മളുള്ളത്. പെട്ടെന്ന് ആ കൃത്രിമ ശ്വാസം മാറ്റി നോർമലി ശ്വസിക്കുക. ചിലപ്പോൾ ചിലർക്ക് മയക്കം കാരണം ശ്വസിക്കാതെ വന്നേക്കാം. അങ്ങനെ ആകുമ്പോൾ ഓക്സിജൻ അളവ് പെട്ടെന്ന് കുറഞ്ഞ് അങ്ങനെ കോംപ്ലിക്കേഷനൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കാം. അപ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ ഓക്സിജൻ കൊടുക്കും. മയക്കം നൽകിയ ആൾക്കാരാണെങ്കിൽ ഒരു 2 മണിക്കൂറത്തേക്കെങ്കിലും ഓക്സിജൻ കൊടുക്കും. പിന്നെ അവർക്ക് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇൻഫോം ചെയ്യണം. അത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ സിസേറിയൻ സമയത്ത് നൽകുന്ന സ്പൈനൽ അനസ്തേഷ്യ എന്താണ്? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. അതായത് നമ്മൾ റീജിയണൽ അനസ്തീഷ്യ എന്നൊരു ടൈപ്പ് ഓഫ് അനസ്തീഷ്യയെ കുറിച്ച് പറഞ്ഞല്ലേ, അതിൽ വരുന്നതാണ് ഈ സ്പൈനൽ അനസ്തീഷ്യ. അതായത് നട്ടെല്ലിൽ 2 നട്ടെല്ലുകൾക്കിടയിലുള്ള സ്പേസിലൂടെ നമ്മൾ വളരെ നേർന്ന ഒരു സൂചി കുത്തിയിട്ട് അത് നമ്മളെ CSF, അതായത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയും, ആ ഫ്ലൂയിഡിലോട്ട് എത്തുന്നവരെ നമ്മൾ ഈ സൂചി കയറ്റും. അപ്പം ഫ്ലൂയിഡ് വന്ന് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിലോട്ട് നമ്മൾ അനസ്തീഷ്യ ഡ്രഗ് ആ ദ്രാവകത്തിലോട്ട് ഇഞ്ചക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെയുള്ള നാഡീനരമ്പുകൾ മരവിക്കുന്നു. അപ്പോൾ അതിന് നമ്മൾക്കൊരു ലെവലുണ്ട്. നമ്മൾ ഈ നട്ടിൽ ധരിപ്പിച്ചിട്ടുള്ള സർജറി അനസ്തീഷ്യ കൊടുക്കുന്നത് ലോവർ അബ്ഡോമിനൽ സർജറീസിന്, അതായത് സിസേറിയൻ സെക്ഷൻ, ഹെർണിയ, പൈൽസ് അങ്ങനത്തെയുള്ള അസുഖങ്ങൾക്കുള്ള സർജറിക്കാണ് ഈ നെട്ടിൽ ധരിപ്പിച്ചുള്ളത്. അതായത് നടുവിന് കീപ്പോട്ടുള്ള സർജറീസ്. ലോവർ അബ്ഡോമൻ എന്ന് പറയുന്നത് താഴത്തെ വയറിൻ്റെ ഭാഗം, അതേപോലെ കാലിലെ സർജറി, പിന്നെ അതിന് താഴെയുള്ള എല്ലാ സർജറിക്കും ഇത് കൊടുക്കാം. അപ്പോൾ ആ ഒരു വയറിൻ്റെ ആ ഭാഗം മുതൽ ധരിച്ചു തുടങ്ങും. അപ്പം അതിന് താഴോട്ടേക്ക് പേഷ്യൻറ്റിന് തരിപ്പുണ്ടാവും, വേദന അനുഭവപ്പെടില്ല, പേശികളൊക്കെ റിലാക്സ്ഡ് ആയിരിക്കും, മസിൽ റിലാക്സ്ഡ് ആയിരിക്കും. അതുകൊണ്ട് സർജറി സ്മൂത്തായിട്ട് ചെയ്യാം. പക്ഷേ ഇതിൽ പൂർണ്ണമായിട്ട് മയക്കുന്നില്ല. പേഷ്യൻ്റ് ബോധം ഉണ്ടാവും, പേഷ്യൻറ്റിന് നമ്മൾ പറയുന്നത് കേൾക്കാൻ പറ്റും. എന്തെങ്കിലും ഭയങ്കര ആങ്സൈറ്റി ഉള്ള പേഷ്യൻ്റാണ് നമ്മൾ ചെറിയ സെഡേഷൻ കൊടുക്കും, അതായത് ജസ്റ്റ് ഉറക്കം വരാനുള്ളത് മാത്രം. അല്ലാതെ പൂർണ്ണമായിട്ട് മയക്കുകയോ കൃത്രിമ ശ്വാസം കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഓക്സിജൻ സപ്ലിമെൻറ്റേഷൻ എന്നുള്ള രീതിയിൽ കുട്ടിക്ക് ഓക്സിജൻ കിട്ടാനോ അതിന് വേണ്ടിയിട്ട് സിസേറിയൻ സെക്ഷനിലൊക്കെ നമ്മൾ ഓക്സിജനും കൂടി വെക്കും. അല്ലാതെ പൂർണ്ണമായിട്ട് മയക്കുന്നില്ല. അതാണ് സിസേറിയനും ഈ ലോവർ അബ്ഡോമിനൽ ആൻഡ് ലോവർ ലിംബ് സർജറി. കാലിലെ ഓപ്പറേഷൻ, ഈ നടുവിന് കീപ്പോട്ടുള്ള ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്പൈനൽ അനസ്തീഷ്യ. അതിന് കൂടെ ഒരു എപ്പിഡൂറൽ അനസ്തീഷ്യ കുറിച്ച് കൂടി പറയാം. എപ്പിഡൂറൽ എന്ന് പറയുന്നത് നമ്മൾ സ്പൈനൽ അനസ്തീഷ്യ കൊടുക്കുന്ന പോലെ നട്ടെല്ല് കുത്തിയിട്ട് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിലോട്ടല്ല നമ്മൾ മരുന്ന് കൊടുക്കുന്നത്. അതിൻ്റെ പുറത്തുള്ള എപ്പിഡൂറൽ സ്പേസ് എന്ന് പറയുന്ന സ്പേസ്, അവിടെയും നരമ്പുകളുണ്ട്. അപ്പോൾ അവിടെയിട്ടാണ് നമ്മൾ എപ്പിഡൂറൽ കൊടുക്കുന്നത്. അതാവുമ്പോൾ നമ്മളൊരു സൂചി ഇട്ടിട്ട് ഈ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ ഒരു നൂല് കൂടി, ത്രെഡ് പോലത്തെ നൂല് അതിൽ
കയറ്റി വെക്കും. ആ കയറ്റി വെക്കുമ്പോൾ അഡ്വാൻറ്റേജ് മറ്റേ നമ്മൾ ഒരു സ്പൈനൽ നീഡിൽ വെച്ച് കുത്തുന്നു, ഇഞ്ചെക്ഷൻ കൊടുക്കുന്നു, അത് കഴിഞ്ഞു. സിംഗിൾ ഷോട്ടാണ്, അത് റിപ്പീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റൂല. സർജറി പിന്നെ അതിന് 3 മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ട്. ആ 3 മണിക്കൂറത്തേക്കുള്ള സർജറിക്കാണ് ഇത് കൊടുക്കുന്നത്. അത് കൂടുതലുള്ള സർജറി ഇതിന് പറ്റൂല. പക്ഷേ എപ്പിഡൂറിൽ നമ്മൾ ഈ ത്രെഡ് വെക്കുന്നത് കൊണ്ട് ആ ത്രെഡിന്റെ അറ്റത്ത് നമുക്ക് സിറിഞ്ച് ഘടിപ്പിച്ചിട്ട് മരുന്ന് കൊടുക്കാൻ പറ്റും. അപ്പൊ കൂടുതൽ നീണ്ടുപോകുന്ന സർജറീസിന് ഇതിൽ കൂടി കൊടുത്തിട്ട് നമ്മൾക്ക് ഡ്യൂറേഷൻ കൂട്ടാം. സാധാരണ നമ്മൾ കുറച്ച് വലിയ സർജറി, അതായത് ഇപ്പം ഗൈനക്കോളജിക്കൽ സിസേറിയൻ ആണെങ്കിൽ നമുക്ക് മാക്സിമം 1 മുതൽ 2 മണിക്കൂറേ സമയം എടുക്കുകയുള്ളൂ. അപ്പം സ്പൈനൽ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ യൂട്രസിൽ എടുക്കാന്ന് വെച്ചോ, അതിനൊരു 2-3 മണിക്കൂർ, ചിലപ്പോൾ 4 മണിക്കൂർ എടുത്തേക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ എപ്പിഡൂറൽ ഇതും കൂടി ഇട്ട് വെക്കും, എന്നിട്ട് അത് കൂടി മരുന്ന് കൊടുക്കും. നമ്മളിപ്പോൾ അനസ്തേഷ്യയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഈ അനസ്തേഷ്യ ഡോക്ടറുടെ ജോലി എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രം ഒതുങ്ങുന്നതാണോ? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറയാം. അതായത് നമ്മൾ അനസ്തീഷ്യ കൊടുക്കാൻ എപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രമായിരിക്കും രോഗികൾ ഡോക്ടറെ കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഈ ഒരു കാലത്ത് ഇപ്പം അഡ്വാൻസ്ഡ് ഇതൊക്കെ ആണല്ലോ, അല്ലെങ്കിലും ഡോക്ടർമാരുടെ സേവനം പുറത്തേക്കും ആവശ്യമാണിപ്പോൾ. പ്രത്യേകിച്ച് നമ്മൾ ICU, അതായത് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്ന് പറയും. ഈ അനസ്തീഷ്യ കഴിഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ് ക്രിട്ടിക്കൽ കെയർ എന്ന് പറയും. അതായത് തീവ്ര പരിചരണത്തിനുള്ള രോഗികളെ നോക്കുന്ന വിഭാഗം, ICUയിൽ കിടക്കുന്ന രോഗികളെ നോക്കുക. അവിടെ നോക്കുന്നതിൽ വെന്റിലേറ്റർ ആണ് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം. അതിൽ വെന്റിലേറ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന അനസ്തീഷ്യ ഡോക്ടർമാരാണ് ചെയ്തു വരുന്നത്. അതായത് വെന്റിലേറ്ററിലെ സെറ്റിങ്സ് മാറ്റുക, അവർക്ക് രോഗിക്ക് വേണ്ടത്ര ഇത് ചെയ്യുക. അതേപോലെ തന്നെ ഇൻഡ്യൂബേഷൻ എന്നുള്ള പ്രൊസീജിയർ ഉണ്ട്. അതായത് നമ്മൾ രോഗിയെ വെന്റിലേറ്ററിലാക്കുന്നതിന് മുന്നേ രോഗിയുടെ ശ്വാസനാളത്തിൽ ഒരു ട്യൂബ് ഇട്ടിട്ട് ആണ് വെന്റിലേറ്ററിലോട്ട് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ കൃത്രിമ ശ്വാസം വെന്റിലേറ്റർ വഴി ആ ട്യൂബ് കൂടിയാണ് കൊടുക്കുന്നത്. ഈ ട്യൂബ് ഇടുന്ന പ്രൊസീജിയറിനെ പറയുന്നതാണ് ഇൻഡ്യൂബേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഡ്യൂബേഷൻ്റെ എക്സ്പേർട്ട് എന്ന് പറയുന്നത് അനസ്തീഷ്യ ഡോക്ടർമാരാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ICUയിൽ എന്തെങ്കിലും ഇൻഡ്യൂബേഷൻ പ്രൊസീജിയർ ഉണ്ടാകുമ്പോൾ ഇവിടെ ആണെങ്കിൽ ഞങ്ങളെ വിളിക്കും. നമ്മൾ പോയിട്ട് അവിടെ ഇൻഡ്യൂബേറ്റ് ചെയ്ത് കൊടുക്കും. അതേപോലെ വെന്റിലേറ്റർ വഴി രോഗിക്ക് ഈ ഓക്സിജൻ കൊടുക്കും. ഓക്സിജനും എന്താന്ന് വെച്ചാൽ കൊടുക്കുമ്പോൾ അതിൻ്റെ ഓരോ പാരാമീറ്റേഴ്സ് മാറ്റണം. നമ്മൾ രോഗിയെ ഒരു ഇൻഡ്യൂബേറ്റ് ചെയ്ത അല്ലെങ്കിൽ വെന്റിലേറ്ററുള്ള പേഷ്യൻറ്റിന് കുറേ ദിവസം വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. അപ്പോൾ അതിൽ വെന്റിലേറ്ററിൽ നിന്ന് നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. അതിന് പാരാമീറ്റേഴ്സ് മാറ്റി അതിൻ്റെ സെറ്റിങ്സ് കുറച്ച് വന്നിട്ടാണ് രോഗിയെ തിരിച്ച് നമ്മൾ ഈ ട്യൂബ് ഊരി നോർമലിലോട്ട് കൊണ്ടുവരുന്നത്. അതിലൊക്കെ പ്രധാന പങ്കുള്ളത് അനസ്തീഷ്യ ഡോക്ടർമാർക്കാണ്. പിന്നെ ഈ ICUയിൽ തന്നെ, പിന്നെ എമർജൻസി വിഭാഗത്തിൽ, അതേപോലെ കാഷ്വാലിറ്റിയിൽ പെട്ടെന്നൊരു പേഷ്യൻ്റ് ബോധമില്ലാതെ കാർഡിയാക് അറസ്റ്റിലായി വന്നു. ആ പേഷ്യൻറ്റിന് CPR കൊടുത്തിട്ട് സാധാരണ എല്ലാ ഡോക്ടർമാരും ചെയ്യും. ഇതിൻ്റെ എക്സ്പേർട്സ് എന്ന് പറയുന്നത് അനസ്തീഷ്യയിലെ ഡോക്ടർമാരും അതേപോലെ തന്നെ ഫിസിഷ്യന്മാർ, അവർ ക്രിട്ടിക്കൽ കെയറിൽ സ്പെഷ്യാലിറ്റി എടുത്തിട്ടുള്ള ഡോക്ടർമാരുണ്ടാവും. അനസ്തീഷ്യയിൽ എന്ന് വെച്ചാൽ നമ്മൾ നോർമലി ചെയ്യുന്നതാണ് ഈ ഇൻഡ്യൂബേഷൻ എന്നുള്ള പ്രൊസീജിയർ. അപ്പോൾ നമുക്ക് ഈ കാർഡിയാക് അറസ്റ്റ് വന്ന പേഷ്യൻറ്റിനെ ഇൻഡ്യൂബേറ്റ് ചെയ്യേണ്ടി വന്നാലും അനസ്തീഷ്യ ഡോക്ടർമാർക്ക് അതിന് പറ്റും. അതേപോലെ ആ രോഗികൾക്ക് CPR കൊടുക്കണം, അവരെ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് എന്നുള്ള ഇതുണ്ട്. അതായത് എവിടെ നിന്ന് പെട്ടെന്നൊരു പേഷ്യൻ്റ് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായിരിക്കാൻ എങ്ങനെ മാനേജ് ചെയ്യണം, അതിൻ്റെ എക്സ്പേർട്സ് എന്ന് പറയുന്നത് അനസ്തീഷ്യ ഡോക്ടർമാരാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ അനസ്തേഷ്യോളജിസ്റ്റായ കടമത്ത് ദ്വീപ് സ്വദേശി ഡോക്ടർ സെലീന. ഈ പരിപാടിയുടെ തുടർഭാഗം അടുത്ത ആഴ്ച വീണ്ടും കേൾക്കാം. നന്ദി, നമസ്കാരം. ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. അവതരണം ഷഹനാസ് ബീഗം ചാച്ചാളകപ്പാട.